എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ എലാസ്റ്റിക് വരുന്ന മോഡലിലുള്ള പഫ് സ്ലീവ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. സ്ലീവ് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഫാബ്രിക് 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഞാൻ ജോർജറ്റിന്റെ ഫാബ്രിക് ആണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് ഫാബ്രിക് വേണമെങ്കിലും എടുക്കാം. 4 ആക്കി മടക്കിയിടുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയാണോ വിഡ്ത് വേണ്ടത്, അതായത് നോർമൽ സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ വിഡ്ത് വേണ്ടത് ആ വിഡ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ എനിക്ക് 9.5 ആണ്. ആ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10 ഇഞ്ച് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി 5 ഇഞ്ചോളം നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന പഫിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അതായത് പ്ലീറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3 ഇഞ്ചെങ്കിലും ആ പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ആയിട്ട് എടുക്കുക. അപ്പോഴാണ് ആ പഫ് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക. അതുകൊണ്ടാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് നോർമൽ എത്രയാണോ സ്ലീവിന്റെ ലെങ്ത് വേണ്ടത് ആ സ്ലീവിന്റെ ലെങ്ത്തിന്റെ കൂടെ ഒരു 5 ഇഞ്ചെങ്കിലും എക്സ്ട്രാ ആയിട്ട് എടുക്കുക. ഇതുപോലെ ഒരു ബോക്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിന്റെ ഉള്ളിൽ ഇനി നമുക്ക് നോർമൽ സ്ലീവ് വരയ്ക്കാം. മുകളിന് നേരെ താഴോട്ടേക്ക് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് മുകളിന് നേരെ താഴോട്ടേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം ഇറക്കമുള്ള ഹാഫ് സ്ലീവ് ആയതുകൊണ്ടാണ് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഒരു കുഞ്ഞു സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതിയാവും. എന്നിട്ട് നോർമൽ ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്നത് പോലെ ആം ഹോൾ കുഴിച്ച് വരച്ചു കൊടുക്കുകയാണ്. ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്നതിലേക്കൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. ഇനി താഴ്ഭാഗത്ത് ബോട്ടം വിഡ്ത് എത്രയാന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. അതിന്റെ കൂടെ ഒരു 1.5 അല്ലെങ്കിൽ ഒരു 2 ഇഞ്ച് സീം അലവൻസ് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്കെയിൽ വെച്ച് ഇതേപോലെ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. ഇത് നമ്മൾ നോർമൽ സ്ലീവ് വരയ്ക്കുന്ന രീതിക്കാണ് വരച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു 5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് വരാം. ആദ്യം ഈ 9.5 ഇഞ്ചാണ് വിഡ്ത് എടുത്തതെന്ന് പറഞ്ഞു. അതിന്റെ കറക്റ്റ് സെന്റർ ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് മുകളിലും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ ഇതേപോലെ ഒരു കോളം വരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ റാൻഡം ആയിട്ട് ഒരു ആം ഹോൾ വരയ്ക്കുകയാണ്. 2 രീതിക്ക് ഞാൻ ഇതേപോലെ ആം ഹോൾ വരച്ചിട്ടുണ്ട്. ഒന്ന് കുറച്ച് വൈഡ് ആയിട്ടും ഒന്ന് നമ്മൾ കറക്റ്റ് സെന്റർ മാർക്ക് ചെയ്ത രീതിക്കും വരച്ചിട്ടുണ്ട്. ഇതിൽ ഏത് രീതിയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ രീതി എടുക്കാം. അപ്പൊ ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് വൈഡ് ആയിട്ട് വരച്ചത് ബാക്കിലെ ആം ഹോൾ പ്രകാരം, പിന്നെ ഉള്ളിലേക്ക് നമ്മൾ കറക്റ്റ് ആ ലൈനിലൂടെ വരച്ചില്ലേ അത് ഫ്രണ്ടിലെ ആം ഹോൾ ആയിട്ടും എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ വരച്ച് വെച്ച പ്രകാരം ഒന്ന് കട്ട് ചെയ്യാം. അതായത് ആദ്യം നമ്മൾ നല്ല വൈഡ് ആയിട്ട് വെച്ച ആ രീതിക്കാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 5 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈനിൽ ഇതേപോലെ ഒരു നോച്ച് കൊടുക്കുക. നോച്ച് കൊടുത്തതിന് ശേഷം സ്ലീവ് ഒന്ന് നിവർത്തി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വരച്ചിട്ടുള്ള ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അവിടെ ഇതേപോലെ നോച്ച് കൊടുക്കുക. പിന്നെ ഫ്രണ്ടിലേക്കുള്ള പീസാണ് നമ്മൾ ഈ കുഴിച്ച് കട്ട് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെയും ഇതേപോലെ ചെറുതായിട്ടൊരു നോച്ച് കൊടുത്തെടുക്കുക. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ് ഇതേപോലെ രണ്ടാക്കി മടക്കിയിടുക. രണ്ടാക്കിയിട്ട് അതായത് 2 സ്ലീവ് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്യുക. ജോർജറ്റിന്റെ മെറ്റീരിയൽ ആണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് വേണം അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അയൺ ചെയ്യാൻ എന്തിനാ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ ചെയ്ത് നിവർത്തുമ്പോൾ സ്ലീവിന്റെ കറക്റ്റ് സെന്ററിലായിട്ട് ഇതേപോലെ ഒരു ലൈൻ കിട്ടും നമുക്ക്. ഈ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അയൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് മടക്കിയിട്ടത് അതിന്റെ സെന്ററിൽ ഒരു ലൈൻ വരച്ചു കൊടുത്താലും മതി, ഒരു കുഴപ്പമില്ല. അയൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സെന്റർ നമുക്ക് കിട്ടും. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ലൈൻ പോലെ ഉണ്ടാവും. ആ ലൈനിൽ മുകളിന് നേരെ താഴോട്ടേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴേന്ന് മുകളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴേന്ന് എന്തിനാ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ഭാഗം ഓൾറെഡി നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ക്കും. അപ്പൊ താഴേക്ക് ഒത്തിരി എലാസ്റ്റിക് വല്ലാണ്ട് ഇങ്ങനെ താഴെ വരെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ താഴ്ഭാഗം, അതായത് നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ബോട്ടം ഭാഗം, സ്ലീവിന്റെ ബോട്ടം ഭാഗം ഇങ്ങനെ മുകളിലേക്ക്, അതായത് ആ എലാസ്റ്റിക് സ്ട്രെച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോകും. അപ്പൊ അത് കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ താഴേന്ന് മുകളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ ആയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് താഴെ വരെ ആ എലാസ്റ്റിക്കിന്റെ ചുരുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ വരെ എലാസ്റ്റിക് നിർത്താവുന്നതാണ്. നമ്മൾ മുകളിൽ 2 ഇഞ്ചും താഴെ 3 ഇഞ്ചും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ബാക്കി സെന്ററിൽ എത്രയാണ് അളവ് കിട്ടുന്നത് എന്നുള്ളത് നോക്കുക. അപ്പൊ എനിക്ക് ഇവിടെ 9.5 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ഇഞ്ച് കുറച്ചിട്ടോ 3 ഇഞ്ച് കുറച്ചിട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ എലാസ്റ്റിക്കിന്റെ ചുരുക്ക് വരേണ്ടതെന്ന് അനുസരിച്ചിട്ട് എടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ 9.5ന്റെ കറക്റ്റ് പകുതി എടുത്തിട്ട് നല്ല രീതിയിൽ ചുരുങ്ങിയിരിക്കുന്ന സ്ലീവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം കേട്ടോ. ഞാനിവിടെ 9.5 വേണ്ടവിടത്തിൽ 6 ഇഞ്ചാണ്, അതായത് 3.5 ഇഞ്ച് കുറച്ചിട്ട് 6 ഇഞ്ചിന്റെ 2 എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ക്കാം. അപ്പൊ അതേപോലെ താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ച്ചിട്ടുണ്ട്.
അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ 2 ഇഞ്ചിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ ലോക്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് വലിച്ചു പിടിച്ചിട്ട് ഈ 3 ഇഞ്ചിൽ എൻഡ് ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കറക്റ്റ് സെൻറ്ററിലായിരിക്കണം എലാസ്റ്റിക് വരേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ എക്സ്ട്രാ ആയിട്ട് നമ്മളൊരു 5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് പ്ലീറ്റ്സ് ഇടേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 സൈഡിലും നമ്മൾ ഇതേപോലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. ആ നോച്ച് കൊടുത്ത അത്രയും ഭാഗം കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആക്കിയിട്ട് ഇട്ടെടുക്കുക. അതായത് എത്ര പ്ലീറ്റ്സ് ഇടാൻ പറ്റുമോ അത്രയും പ്ലീറ്റ്സ് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് ഇട്ടെടുക്കുക. പിന്നെ ഒരു സ്ലീവിൽ എത്ര പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ടോ അത്ര തന്നെ അടുത്ത സ്ലീവിലും ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോഴാണ് 2 സ്ലീവും ഒരേപോലെ ഇരിക്കുക കേട്ടോ. ഞാൻ ഇതേപോലെ മാക്സിമം കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലാസ്റ്റിക് നിൽക്കുന്നതാണ് കറക്റ്റ് സെന്റർ എന്ന് പറഞ്ഞു. ആ സെന്റർ വേണം നമ്മൾ ഏത് ഡ്രസ്സാണോ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡ്രസ്സിന്റെ ഷോൾഡർ ലൈനിന്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡ്രസ്സിന്റെ നല്ല വശം അതിന്റെ മുകളിൽ സ്ലീവിന്റെ നല്ല വശം വേണം വെക്കാൻ വേണ്ടിയിട്ട്, സെന്റർ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സെന്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക, സെന്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. നോർമൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണ് കേട്ടോ, അതിൽ വ്യത്യാസമൊന്നുമില്ല. സ്ലീവ് നമ്മൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് സ്ലീവിന്റെ ഫൈനൽ ലുക്ക്. നല്ല രീതിയിൽ പഫ് കൊടുത്തിട്ടുണ്ട്. സെന്ററിൽ നമ്മൾ എലാസ്റ്റിക് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ പ്ലീറ്റ്സ് കൺവേർട്ട് ആയി വന്നിട്ടുണ്ട്. പിന്നെ താഴ്ഭാഗം നമ്മളൊരു 3 ഇഞ്ച് വിട്ടിട്ടാണ് പ്ലീറ്റ്സ് എൻഡ് ചെയ്തത് കൊണ്ട് തന്നെ കറക്റ്റ് നമ്മുടെ ആ ബോട്ടം ഭാഗം കറക്റ്റ് ആയിട്ട് അതേപോലെ നിൽക്കുന്നുണ്ട്. അതിങ്ങനെ മുകളിലേക്ക് കയറിയിരിക്കുന്നില്ല. ചില ആളുകളൊക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ മുകളിലേക്ക് കയറിയിരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ താഴെ വരെ ആ എലാസ്റ്റിക് കൊടുക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു കുഞ്ഞ് സിമ്പിൾ വീഡിയോ ആയിരുന്നു. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ആൾ.